2022 ഇറങ്ങിയ ബാർബേറിയൻ എന്ന സിനിമയ്ക്ക് ശേഷം സാക് ക്രെഗർ ഒരുക്കിയിട്ടുള്ള ഹൊറർ ത്രില്ലറാണ് വെപ്പൺസ്. സ്ഥിരം ജംസ്കെയർ പടമാകുമെന്നൊരു പ്രതീതി നൽകി പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡ്രമാറ്റിക് ഷിഫ്റ്റ് കൊണ്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പടമാണ് വെപ്പൺസ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരം ഗോർ വയലൻസിലേക്ക് പോകുന്ന പടം അത് അവതരിപ്പിച്ചിട്ടുള്ള രീതി കാണുന്ന പ്രേക്ഷകന് നല്ല സംതൃപ്തി തരുന്നുണ്ട്. പല കഥാപാത്രങ്ങളുടെയും പേഴ്സ്പെക്റ്റീവിലൂടെ കഥ പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് സിനിമാറ്റിക്കലി പ്രേക്ഷകനെ സെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സിനിമയ്ക്കുണ്ട്. പെൻസിൽവാനിയയിലെ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലെ 17 കുട്ടികളെ ഒരു രാത്രി കാണാതാകുന്നു. എല്ലാ കുട്ടികളും രാത്രി സ്വമേധയാ ഇറങ്ങി ഓടുന്നതായിട്ടായിരുന്നു CCTV ഫുട്ടേജുകളിൽ കണ്ടത്. ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ട ഈ സംഭവത്തിന്റെ ഉത്തരവാദിയായിട്ട് സമൂഹം കണ്ടത് അവരുടെ ക്ലാസ് ടീച്ചറിനെ ആയിരുന്നു. ഈ നിഗൂഢമായ തിരോധാനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ആ ടീച്ചറും ഒരു കുട്ടിയുടെ പാരന്റും പിന്നെ പോലീസും നടത്തുന്ന അന്വേഷണങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി കോൺസെപ്റ്റ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷെ അതിനെ തിരക്കഥ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് ഇതിനെ ഗംഭീരമാക്കുന്നത്. ഈ കുട്ടികളുടെ തിരോധാനം കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നതെങ്കിലും ഉടനെ തന്നെ പടം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു സ്വിച്ചിങ് കാരണം പടം ഏത് രീതിക്ക് മുന്നോട്ട് പോകുമെന്നറിയാൻ നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഓരോ കഥാപാത്രങ്ങളുടെയും പിറകെ പോയി ചാപ്റ്റർ വൈസ് നരേറ്റ് ചെയ്യുന്ന തിരക്കഥ ഒരേ സംഭവത്തിൻ്റെ പല വേർഷനുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ഓരോ ചാപ്റ്ററിനും വേണമെങ്കിൽ ഓരോ ജോണറാണെന്ന് പറയാൻ പറ്റും. ഹൊറർ പടത്തിൻ്റെ മൂഡിൽ തന്നെ മൊത്തമായും ട്രീറ്റ് ചെയ്താൽ കണ്ടു പഴകിയ ട്രിക്കുകൾ ആവർത്തിക്കുന്ന ഒരു പടമായിട്ട് ഈ സിനിമ മാറും എന്ന് സംവിധായകന് നല്ല ധാരണയുണ്ട്. ഒരു ഹോണ്ടിങ് സ്റ്റോറി എന്ന സ്വഭാവത്തിൽ നിന്ന് ഒരു അച്ഛൻ്റെ ഇമോഷണൽ സ്ട്രഗിളുകളുടെ കഥയായിട്ട് ഈ സിനിമ മാറുന്നുണ്ട്. ഡ്യൂട്ടിയിൽ പണി പാളുന്ന ഒരു പോലീസുകാരൻ്റെ ട്രാക്കിലേക്ക് സിനിമ പോകുന്നുണ്ട്. പിന്നെ ഹ്യൂമറിൻ്റെ ലെയർ കുറച്ചധികമുള്ള ഒരു മയക്കുമരുന്ന് അടിമയുടെ ചാപ്റ്റർ വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു പ്രത്യേകതരം ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ കുട്ടിയുടെ ഭാഗവും സിനിമയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോ ചാപ്റ്ററിനും ഓരോ സ്വഭാവമാകുന്നത് കൊണ്ട് നമ്മളെ സിനിമയിൽ അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ഹൊറർ മൂഡ് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംവിധായകൻ സൗണ്ട് മിക്സിങ്ങിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവസാനത്തെ 15 മിനിറ്റിനടുത്ത് സിനിമയിൽ നടക്കുന്ന വയലൻസ് വളരെ എക്സ്ട്രീമാണ്. അത് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആ വയലൻസ് എവിടെയോ ഒരു തൃപ്തിയും തരുന്നുണ്ട്. ജൂലിയ ഗാർണറാണ് ഈ സിനിമയിലെ ടീച്ചറുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്ര സുഖകരമല്ലാത്ത പാസ്റ്റുള്ള ആ കഥാപാത്രം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ നടന്ന സംഭവത്തിന്റെ വേരുകൾ അന്വേഷിച്ചിട്ട് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ ആ കഥാപാത്രത്തെ ഗാർണർ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുണ്ട്. കാണാതാകുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ്റെ റോളിലാണ് ജോഷ് ബ്രോളിൻ ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. പുള്ളിയുടെ സ്ഥിരം ശൈലിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡുള്ള ഒരു കഥാപാത്രത്തെ നല്ല രീതിയിൽ പുള്ളി അവതരിപ്പിക്കുന്നുണ്ട്. ആൽഡൻ ഏറൻറൈക്കാണ് ഇതിലെ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സിനിമയിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ ആമി മാഡിഗൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ സീനുകളിലും വരുന്ന ആ കഥാപാത്രത്തിന്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം അവർ മികച്ച രീതിയിൽ സ്ക്രീനിൽ പെർഫോം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സട്ടിൽ ആക്ടിങ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ക്യാരി ക്രിസ്റ്റഫർ എന്ന ചെറിയ പയ്യനാണ്. അനുഭവിക്കുന്ന ഒറ്റപ്പെടലും ഭയവും കണ്ണുകളിൽ മാത്രം ഒതുക്കി ക്യാരി തന്റെ പെർഫോമൻസ് ഗംഭീരമാക്കുന്നുണ്ട്. ഹോംലെസ് പേഴ്സണായിട്ട് വന്നിട്ടുള്ള ഓസ്റ്റിൻ അബ്രാംസ് ഒരർത്ഥത്തിൽ ഈ സിനിമയിലെ ഒരു കോമിക്കൽ റിലീഫാണെന്ന് പറയാം. ടെൻഷൻ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഒരുവിധം എല്ലാ ഹൊറർ ഫിലിമുകളിലും നമ്മൾ കാണുന്നത്. എന്നാൽ സാക് ക്രെഗർ തന്റെ തിരക്കഥയിലൂടെ അത്തരം മൊമെന്റുകളെ സിനിമയുടെ തുടക്കഭാഗത്തും മധ്യഭാഗത്തും ഒക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗങ്ങളിൽ ബിൽഡ് ചെയ്യുന്ന ടെൻഷനുകളിൽ നിന്ന് ഓഡിയൻസിനെ ഒരർത്ഥത്തിൽ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളി ക്ലൈമാക്സിനെ ഉപയോഗിക്കുന്നത്. ഇതിലെ വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രം ഉണ്ടാക്കി വെക്കുന്ന ട്രോമയുടെ ലെയറുകൾ കാരണം പകൽ വെളിച്ചത്തിൽ ആ ക്യാരക്ടറിന് കിട്ടുന്ന തിരിച്ചടിയിലെ ക്രൂരത കണ്ടിരിക്കുന്ന നമ്മൾ കണ്ണ് പകുതി അടച്ചിട്ടാണെങ്കിലും അതെവിടെയോ ആസ്വദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് അവസാനിക്കുന്ന ഈ സിനിമയ്ക്ക് തീർച്ചയായും ഒരു സീക്വൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്